ارجعوا إلى أبيكم فقولوا يا أبانا إن ابنك سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين. നിങ്ങൾ ചെന്ന് പിതാവിനോട് പറയുക, പിതാവേ, അങ്ങയുടെ പുത്രൻ മോഷ്ടിച്ചു. ഞങ്ങൾ അറിഞ്ഞതു മാത്രമാണ് പറയുന്നത്. അദൃശ്യകാര്യങ്ങളൊന്നും സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ലല്ലോ. واسأل القرية التي كنا فيها والعير التي أقبلنا فيها وإنا لصادقون. അങ്ങ് ഞങ്ങൾ പാർത്തിരുന്ന പട്ടണത്തിലെ ആളുകളോട് ചോദിച്ചു നോക്കിയാലും ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന യാത്രാസംഘത്തോടും അന്വേഷിച്ചു നോക്കാം. ഞങ്ങൾ ഈ പറയുന്നത് തികച്ചും സത്യമാകുന്നു. قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم. ഈ കഥ കേട്ടപ്പോൾ പിതാവ് പറഞ്ഞു, വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സ് ഒരു കടുംകൈ കൂടി നിങ്ങൾക്ക് അനായാസകരമാക്കി തന്നിരിക്കുന്നു. ശരി, അതും ക്ഷമിക്കാം, ഭംഗിയായി ക്ഷമിക്കാം. ഒരു വേള അല്ലാഹു അവരെ എല്ലാവരെയും എന്റെ അടുക്കലെത്തിച്ചേക്കും. തീർച്ചയായും അവനെല്ലാം അറിയുന്നവനാകുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെയും ജ്ഞാനത്തിലധിഷ്ഠിതമായതല്ലോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ മകൻ ഒരു ചഷകം മോഷ്ടിച്ച് കുറ്റവാളിയായിരിക്കുന്നുവെന്ന് കരുതാൻ വളരെ എളുപ്പമുണ്ട്. പക്ഷെ അവന്റെ സ്വഭാവഗുണം എനിക്ക് നന്നായി അറിയാം. മുമ്പ് ഒരു സഹോദരനെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി അവന്റെ കുപ്പായത്തിൽ വ്യാജരക്തം പുരട്ടി കൊണ്ടുവരാൻ നിങ്ങൾക്കൊട്ടും പ്രയാസമുണ്ടായില്ല. അതേപോലെ ഇപ്പോൾ മറ്റൊരു സഹോദരനെ കള്ളനായി ചിത്രീകരിച്ച് സംസാരിക്കാനും നിങ്ങൾക്ക് ഒട്ടും പ്രയാസം തോന്നുന്നില്ല. وتولى عنهم وقال يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم. പിന്നെ അദ്ദേഹം അവരിൽ നിന്ന് മുഖം തിരിച്ചു. ഹാ യൂസുഫ് എന്ന് വിലപിച്ചുകൊണ്ടിരുന്നു. വ്യസനത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നരച്ചു വെളുത്തുപോയി. അദ്ദേഹം ദുഃഖപരവശനായിരുന്നു. قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين. പുത്രന്മാർ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അങ്ങ് യൂസുഫിനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അവനെ ചൊല്ലിയുള്ള ആധിയാൽ അങ്ങ് രോഗാതുരനാവുകയോ ജീവൻ തന്നെ കളയുകയോ ചെയ്യാറായിരിക്കുന്നു. قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. അദ്ദേഹം പറഞ്ഞു, എന്റെ ക്ലേശങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടും ഞാൻ ആവലാതിപ്പെടുന്നില്ല. നിങ്ങൾ അറിയാത്തത് പലതും അല്ലാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട്. يا بني يذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും ഒന്നന്വേഷിച്ചു നോക്കുവിൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാവരുത്. സത്യനിഷേധികൾ മാത്രമേ ദൈവകാരുണ്യത്തിൽ നിരാശരാവൂ. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين.
അവർ മിസ്റിൽ യൂസഫിന്റെ മുമ്പിൽ ചെന്നപ്പോൾ അറിയിച്ചു, പ്രഭോ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കടുത്ത ക്ഷാമം ബാധിച്ചിരിക്കുന്നു. ഞങ്ങൾ കുറെ താണദ്രവ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങ് ഞങ്ങൾക്ക് ധാരാളം ധാന്യം നൽകണം, ദാനം തരികയും വേണം. ധർമ്മിഷ്ഠന്മാർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നുവല്ലോ. അവർ കൊണ്ടുവന്ന താണദ്രവ്യത്തെയും യൂസഫിന്റെ ദാനശീലത്തെയും പരാമർശിക്കുന്നതിന്റെ താൽപര്യം ഇതാണ്: ഞങ്ങളുടെ ഈ അഭ്യർത്ഥനയനുസരിച്ച് താങ്കൾ എന്തു തന്നാലും അത് ഞങ്ങൾക്കുള്ള ധർമ്മമായിരിക്കും. ഈ ധാന്യങ്ങൾക്ക് പകരമായി ഞങ്ങൾ നൽകുന്ന സാധനങ്ങൾ നിസ്സംശയം ഞങ്ങൾക്കാവശ്യമായ ധാന്യം നൽകുന്നതിന് പ്രതിഫലമാവാൻ കൊള്ളാത്തതാണ്. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون. ഇത് കേട്ട് യൂസഫിന് മിണ്ടാതിരിക്കാനായില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിവേകികളായിരുന്നപ്പോൾ യൂസഫിനോടും അവന്റെ സഹോദരനോടും എന്താണ് ചെയ്തതെന്നറിയാമോ? قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. അവർ സംഭ്രമത്തോടെ ചോദിച്ചു, ഹാ, അങ്ങ് യൂസഫ് തന്നെയോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ യൂസഫ് തന്നെ. ഇത് എന്റെ സഹോദരനും. അല്ലാഹു ഞങ്ങൾക്ക് നന്മ ചെയ്തിരിക്കുന്നു. യാഥാർത്ഥ്യമിതാകുന്നു: വല്ലവരും ദൈവഭക്തിയോടെ ക്ഷമയോടെ കർമ്മമനുഷ്ഠിക്കുന്നുവെങ്കിൽ അത്തരം സജ്ജനങ്ങളുടെ കർമ്മഫലം അല്ലാഹു പാഴാക്കി കളയുകയില്ല. ارجعوا إلى أبيكم فقولوا يا